സാറ് സ്കൂൾ ആ സമയത്തൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ നാടകങ്ങളിൽ വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. ആണോ? UP സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോടൊരു മാഷ് പറഞ്ഞു കഥാപ്രസംഗം നടത്തണം. അങ്ങനെ ഞാനൊരു കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിൽ പാട്ടുകളൊക്കെ പാടണ്ടേ? പാടണം, പാട്ടൊക്കെ പാടും. പിന്നെ നമുക്കൊരു പാട്ട് പാടണേ, പിന്നെ അത് ഇരിക്കട്ടെ. അതെ അതെ, ജാലവിദ്യ, മാജിക്. അതായത് ഒരു നൂലിന്മേലൊരു ചോക്ക് കിട്ടും, ചോക്കല്ലേ എഴുതുന്നത്. അതെ അതെ. ആ ചോക്ക് കെട്ടിയിട്ട് ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഈ നൂലങ്ങോട്ട് കത്തിക്കും. കത്തിയാലും ചോക്ക് വീഴില്ല. അപ്പോൾ അതിൻ്റെ വിദ്യ എന്താണെന്ന് പറഞ്ഞാൽ ഈ നൂല് പലവട്ടം ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കുക. അങ്ങനെ ഉണക്കിയെടുത്തിട്ട് കത്തിച്ചാൽ ആ ചാരം അങ്ങനെ തന്നെ നിൽക്കും, വീണു പോകാതെ, ചോക്ക് വീണു പോകാതെ നിൽക്കും. ഇതാണ് ഒരു ജാലവിദ്യ. മറ്റേ ഒരു കഥാപ്രസംഗം ഞാൻ നടത്തിയിരുന്നു. ഒരു വലിയ ആൽമരത്തിൻ്റെ താഴെ ഒരാൾ കിടന്ന് ഉറങ്ങുന്ന, അദ്ദേഹത്തിൻ്റെ തലയിൽ നെറ്റിയിലൊരു ചെറിയ അതിൻ്റെ കായ വന്ന് വീഴുന്നു. അപ്പോൾ ഈ കായ് അല്ല തെങ്ങിൻ്റെ തേങ്ങ പോലത്തെ ആണെങ്കിൽ എൻ്റെ കഥ എന്താകുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രത്യേകത കാണിക്കുന്ന ഒരു കഥയായിരുന്നു അത്. ഓക്കെ, അപ്പം നമുക്ക് പാട്ട് ഇപ്പം വേണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടാകാം അല്ലേ? എപ്പോഴെങ്കിലും ഒരു എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും അങ്ങ് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കുത്തിക്കുറിക്കാന്ന് ചോദിക്കുന്നത് ശരിയല്ല, അങ്ങനെ എന്തെങ്കിലും അങ്ങ് എഴുതിയിട്ടുണ്ടോ? എഴുത്ത് വിശദമായിട്ട് എഴുതിയിട്ടില്ല, പക്ഷെ പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിൽ പല കാര്യങ്ങളും എഴുതേണ്ടി വരുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ ഒരു ആത്മകഥ അങ്ങനെ എന്തെങ്കിലും എഴുതണമെന്ന ഒരു ആഗ്രഹമുണ്ടോ? അതൊന്നും ഇതിൻ്റെ ഇടക്ക് അതിനെപ്പറ്റി ഒരു ആലോചനയും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ ചിലരൊക്കെ അതിനു വേണ്ടി ഒരു ശ്രമം ആരംഭിച്ചിട്ടുമുണ്ട്, പക്ഷെ അതൊന്നും പൂർണ്ണതയിലെത്തിയിട്ടില്ല. എൻ്റെ വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ടെന്ന് എനിക്കറിയാം. തിരക്കുകൾക്കിടയിൽ അങ്ങേക്ക് വായിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പോൾ വായനക്കൊക്കെ വല്ലാത്ത സമയം കുറയാണ്. മറ്റ് വായന എനിക്കൊരു നല്ല രസമായിരുന്നു, നല്ല രീതിയിൽ വായിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ വായിക്കാൻ അധിക സമയം കിട്ടുന്നില്ല. അപ്പം അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളുണ്ടാവും, അത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാമോ? അതിൽ ഞാൻ വായിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്ന് ടോൾസ്റ്റോയുടെ അന്നാ കരീന തന്നെയാണ്. വലിയ ഹൃദയത്തെ ഏറ്റവും അധികം ബന്ധിപ്പിക്കുന്ന, മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണെന്ന് പറയാം. പിന്നെ വിക്ടർ ഹ്യൂഗോൻ്റെ കഥയും പാവങ്ങൾ, അത് വളരെയധികം വലിയ തോതിൽ നമ്മളെ ജീവിതത്തെ രൂപപ്പെടുത്താൻ തന്നെ സഹായിക്കുന്ന ഒന്നായിരുന്നു. നമ്മളെ നാട്ടിലെടുത്താൽ തകഴിയുടെ കയർ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു ചിത്രീകരണമായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ ആ കാലത്ത് നല്ലോണം വായിക്കാൻ പറ്റിയിരുന്നു. കവിതകളും വായിക്കും. ഇതെല്ലാം ഒരു പുതിയ അറിവാണ് ആൾക്കാർക്ക്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് പിണറായി വിജയൻ എന്നാൽ വലിയൊരു കടുപ്പക്കാരനാണ്, ചിരിക്കാത്ത ആളാണ് എന്നൊരു ധാരണ പുറത്തുണ്ട്. എന്നാൽ അടുത്ത പരിചയമുള്ളവർക്ക് നേരെ മറിച്ചുള്ള അഭിപ്രായമാണ്. ഈ പ്രകൃതം സ്വയം എടുത്തണിഞ്ഞതാണോ, അതോ ഈ കടുപ്പക്കാരനെന്ന ഇമേജ് മാറ്റണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതോ ആളുകൾ തന്നെ അത് തിരിച്ചറിയട്ടെ എന്നാണോ നിലപാട്? അത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നതാണ്. കാരണം ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകൻ, പ്രത്യേകിച്ച് CPIMൻ്റെ ഒരു പ്രധാനി എന്നൊക്കെയുള്ള നിലയിൽ വരുമ്പോൾ അതിലൊരു സാധാരണയിൽ നിന്നൊരു വ്യത്യസ്തനാണ് എന്ന് കാണിക്കൽ നമ്മുടെ ചില ആളുകൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യന് പല ഭാവങ്ങളുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ക്ഷോഭിച്ച ഭാഗമുണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ മറ്റ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും, പക്ഷെ അത് കൊടുക്കേണ്ടതില്ല എന്ന് അവർ വെക്കും. ഞാൻ പിന്നെ എന്നെപ്പറ്റി വരുന്ന വാർത്തകളിൽ അധികം അങ്ങനെ വ്യാകുലപ്പെടാറില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമായിട്ട് ഞാൻ കാണാറില്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി അത് എന്നിലൂടെ പ്രകടിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ എന്ന നിലക്കാണ് ഞാനത് കാണാറ്. ഈ എതിർപ്പ് ഉയർത്തുന്നവരോടും ഒരു തരത്തിലുള്ള ഈർഷ്യയോ വിദ്വേഷമോ എനക്കൊട്ടുണ്ടാകാറുമില്ല. അവരവരെ രീതി സ്വീകരിക്കുന്നു എന്ന് മാത്രമേ കാണാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തെറ്റായ കാര്യം വന്നാൽ, ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ പല
മാധ്യമങ്ങളെ അപ്പം തന്നെ വിളിക്കും. എന്താ നിങ്ങളങ്ങനെ കൊടുത്തത്, ഇങ്ങനെ കൊടുത്തത് ശരിയാണോ എന്നൊക്കെ പറയും. ഇന്ന് വരെ ഒരാളെ ഞാൻ വിളിക്കാൻ പോയിട്ടില്ല. എന്ത് വാർത്ത വന്നാലും അതവിടെ നിന്നോട്ടെ എന്നുള്ളതാണ്. അങ്ങനെയൊരു പ്രകൃതമാണ് ഞാൻ സ്വീകരിച്ചു വരാറുള്ളത്. അപ്പൊ അങ്ങ് വീട്ടിലെ ഒരു അച്ഛൻ മുത്തച്ഛൻ അല്ലേ? അപ്പൊ ഏത് തരത്തിലുള്ളൊരു സമീപനമാണ് കുട്ടികളോടോ പേരൊക്കെ? അത് വീട്ടിലെത്തിയാൽ ഞാൻ അവരുടെ സ്വന്തം ആള് തന്നെ, അതിനകത്ത് പ്രശ്നമില്ല. എൻ്റെ പുറത്തുള്ള എല്ലാ തിരക്കുകളും ഇപ്പൊ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പൊ ഈ ദിവസങ്ങള് വല്ലാത്ത പ്രയാസങ്ങളുണ്ട്. അതുവരെയുള്ള കാലം എടുത്താൽ വീട്ടിലെത്തിയാൽ ഞാൻ വീട്ടിൻ്റെ ഒരാളായിട്ട് അങ്ങ് മാറുകയാണ്. അതിന് ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. അത് കുട്ടികൾക്കും ഉണ്ടാകാറില്ല, വേറെ കുട്ടിക്കും ഒന്നും ഉണ്ടാകാറില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. സാർ, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ സ്മാർട്ട് ഫോണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊക്കെ വന്നതോടുകൂടി അറിവ് സമ്പാദിക്കാൻ ഒരുപാട് വഴികളുണ്ട്. പഴയ കാലം പോലല്ല. എങ്കിലും പുതിയ തലമുറ നേരിടുന്ന ഭയങ്കരമായ സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങൾ വലുതാണ്. അവരോടൊരു ഒരു ഒരു മുത്തശ്ശൻ എന്ന നിലയിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കുട്ടികൾ വലിയ തോതിൽ വിവരങ്ങൾ അവരുടെ വിരൽത്തുമ്പിൽ കിടക്കുകയാണ്. ഒന്ന്, കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സാങ്കേതിക കാര്യങ്ങളാണ് ചെയ്തു തുടങ്ങുന്നത്. ഈ ഫോണും മറ്റും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫോണും മറ്റും വെച്ചുകൊണ്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. പക്ഷെ അതിൽ ആ ലോകം വളരെ വലുതാണ്. എന്നാൽ അതിനകത്തുള്ള ചതിക്കുഴികളുണ്ട്. ആ ചതിക്കുഴികൾ തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അതിന് ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് എല്ലാ വഴിയും തിരിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഒന്നും അച്ഛനമ്മമാരിൽ നിന്നും മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്വകാര്യമായിട്ട് ചെയ്യാതിരിക്കുക. താൻ കാണുന്നത് സ്വകാര്യമായിട്ട് കാണണം എന്ന് നിർബന്ധമില്ലാതിരിക്കുക. അമ്മയോ അച്ഛനോ കാണുന്നതിന് ഒരു തടസ്സമില്ലാതിരിക്കുക. അങ്ങനെയൊരു നില വന്നാൽ കുട്ടിക്ക് തന്നെ എന്താണ് കാണാവുന്നത് കാണാത്തത് എന്നതിനെ പറ്റിയൊരു ധാരണയുണ്ടാക്കാൻ ഇടയാകും. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്ത്, അച്ഛൻ്റെയും അമ്മയുടെയും ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ അത് മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നൊരു നില ചെറുപ്രായത്തിൽ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം അങ്ങേ കാണാൻ വരുന്നവരെ സ്വീകരിക്കുന്നതിലും അവർക്ക് ഭക്ഷണം നൽകുന്നതിലും അങ്ങ് കാട്ടുന്ന വലിയ ആതിഥേയ മര്യാദ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് മാതൃകയാക്കാൻ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ശീലം അമ്മയിൽ നിന്നാണോ കിട്ടിയത്, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണോ കിട്ടിയത്? അത് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കണം അത് കിട്ടിയത്. കാരണം ഞങ്ങൾ കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ ചില സുഹൃത്തുക്കളോട് കൂടി വീട്ടിൽ ചെന്നാൽ വലിയ തോതിൽ സൗകര്യങ്ങളൊന്നും വീട്ടിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളത് വെച്ച് പെട്ടെന്ന് തന്നെ അമ്മ അവർക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കും, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട്. അങ്ങനെയൊരു രീതി ചെറുപ്പത്തിലേ കണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാമെന്നാണ് തോന്നുന്നു. അങ്ങേക്ക് പാചകം ഇഷ്ടമാണോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങ് അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? പാചകം ഒരു കലയാണ്. ആ കലയിൽ ഞാൻ അത്ര വിദഗ്ധനല്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു. നേരത്തെ ചായ കുടിക്കുന്ന കാലത്ത് അത് ശീലിച്ചിരുന്നു. അതിനപ്പുറത്ത് ഇല്ല, ഒന്നിലേക്ക് കടക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണം എന്താണ്? ഞാൻ സാധാരണ പിന്നെ ഏത് ഭക്ഷണവും കഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പം അടുത്ത കാലത്തായിട്ട് ചില നിയന്ത്രണങ്ങൾ ഞാൻ തന്നെ വെക്കാറുണ്ട്. ഇന്ന് ചിലതേ കഴിക്കൂ, ചിലത് കഴിക്കില്ല എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഒരു ഭക്ഷണത്തോടും അപ്രിയമില്ല, ഒന്നും മാറ്റി നിർത്താറില്ല. എല്ലാം കഴിക്കുന്ന ഒരു കൂട്ടക്കാരനാണ് ഞാൻ. ചിലപ്പോൾ ഭാര്യ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഭക്ഷണത്തോടായിരിക്കും കൂടുതൽ താല്പര്യം. അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടോ? എനിക്ക് തീർച്ചയായും അതാണ്. വീട്ടിലെ ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും താല്പര്യം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും വീട്ടിലെ ഭക്ഷണത്തെ പറ്റി താരതമ്യപ്പെടുത്തി പോകും. അതെപ്പോഴും എനിക്ക് താല്പര്യം വീട്ടിലെ ഭക്ഷണം തന്നെയാണ്. അമ്മയെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. അമ്മ എന്നത് ഒരു കൺകണ്ട ദൈവമാണ്. അങ്ങയുടെ അമ്മയെപ്പറ്റി, ആ ആത്മബന്ധത്തെപ്പറ്റി അങ്ങേക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? അമ്മയുടെ വേർപിരിയലാണ് പറയാനുള്ളൊരു ഭാഗം. അതായത് അന്ന് ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് സംസാരിക്കും. ഒരു ദിവസം ഭാര്യ വിളിച്ചപ്പോൾ ചെറിയ സംസാരത്തിലൊരു വ്യത്യാസം പോലെ തോന്നി. അത് അമ്മയുടെ പിന്നെ ആരോഗ്യസ്ഥിതി പറയുമായിരുന്നു. നല്ല അവശത ഉണ്ടായിരുന്നു അപ്പോൾ.
മറ്റൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ കാലത്ത് ചടയം ഗോവിന്ദനാണ് സെക്രട്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ അവിടെ എത്തി. വീട്ടിലെത്തി. അപ്പോൾ അമ്മ അവിടെ ഒരു കിടന്നിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റിരുത്തി എൻ്റെ ദേഹത്തിങ്ങനെ ചാരിയിരുന്ന് ലേശം വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ചു. അവിടെ കഴിഞ്ഞു. അങ്ങേക്ക് വേണ്ടി അതെ കാത്തിരിക്കാൻ. അതെ അതെ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം അമ്മ ഏത് നിമിഷവും മരണപ്പെടും എന്നൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ ഞാനും വൈഫും മാത്രമേ ആ സമയത്തുള്ളൂ, മറ്റാരുമില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആളോട് പറയണമല്ലോ. പുറത്തിറങ്ങി ഒരാൾ മുമ്പിൽ വന്ന് വിട്ടു, ഒരു നാണു എന്ന് പറയുന്നയാൾ. പക്ഷെ ഒരക്ഷരം വാക്കിങ്ങോട്ട് വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതങ്ങനെയൊരു ബന്ധമായിരുന്നു.